ഏവർക്കും നമസ്കാരം. ചിങ്ങമാസത്തിൻ്റെ രണ്ടാം പകുതിയും കന്നിമാസത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മാസമാണ് സെപ്റ്റംബർ മാസം. അതായത് സെപ്റ്റംബർ 16-ാം തീയതി വരെയും സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 17 മുതൽ സൂര്യൻ കന്നിരാശിയിലേക്ക് പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. സെപ്റ്റംബർ മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അതിനു മുന്നോടിയായി സെപ്റ്റംബർ മാസത്തെ ചില ഗ്രഹങ്ങളുടെ സവിശേഷതകൾ ഒന്ന് പെട്ടെന്ന് അറിയാം. ഭാഗ്യാനുഭവങ്ങളും ലൗകിക സുഖഭോഗങ്ങളും പ്രദാനം ചെയ്യുന്ന ശുക്രൻ നീചാവസ്ഥയിൽ നിന്നും മുക്തനാകുന്ന മാസമാണ് ഇത്. മാത്രമല്ല, ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് ബലവാനായും സന്തുഷ്ടനായും സഞ്ചരിക്കുകയും ചെയ്യുന്നു. തുലാരാശി എന്നത് ശുക്രൻ്റെ മൂല ത്രികോണ രാശി കൂടിയാകയാൽ ശുക്രൻ അതീവ ശുഭബലദാതാവായി മാറുന്നു. ശുക്രൻ നീചരാശിയിൽ നിന്നും മുക്തി പ്രാപിക്കുന്ന മാസമാണ് ഇതെങ്കിൽ മറ്റൊരു പ്രബലനായ ഗ്രഹം നീചരാശിയിൽ പ്രവേശിക്കുന്നുണ്ട്. അത് ചൊവ്വയാകുന്നു. ചൊവ്വ തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ ഈ മാസം പകുതിക്ക് മേൽ പ്രവേശിക്കുന്നുണ്ട്. എന്നാൽ ഇതേ രാശിയിൽ സർവീശ്വരകാരകനായ വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കർക്കിടക രാശിയിൽ ദേവഗുരുവായ വ്യാഴവും യുദ്ധകാരകനായ ചൊവ്വയും സംഗമിക്കുന്നു. അതായത് ഗുരു മംഗളയോഗം നടക്കുന്നു. കൂടാതെ ബുധനും ഈ മാസം ഏറിയ കൂറും തൻ്റെ സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവുമായ കന്യയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബുധനും ബലവാനായി ഈ മാസം ഏറിയ കൂറും സഞ്ചരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് 7ാമത്തെ രാശിയായ തുലാക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലങ്ങൾ പരിശോധിക്കാം. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ആദ്യമായി സൂര്യൻ്റെ സഞ്ചാരം പരിശോധിക്കാം. സൂര്യൻ സെപ്റ്റംബർ മാസം ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. സെപ്റ്റംബർ 16 വരെയും തുലാക്കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും. കാരണം 11-ാം ഭാവം ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം ആകുന്നു. മാത്രമല്ല, സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ കൂടിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതി സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ സൂര്യൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾക്ക് തിളക്കവും കൂടും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ ലാഭം, അഭീഷ്ടസിദ്ധി, കാര്യവിജയം, ശരീരസുഖം, മനസ്സുഖം എന്നിവയെ എല്ലാം ഇവർക്ക് സൂര്യൻ നൽകും. കർമ്മപുഷ്ടി, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഇവരുടെ പ്രവർത്തികളിൽ ഉണ്ടാകുന്ന കാലമാകും സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ പകുതി. എന്നാൽ സെപ്റ്റംബർ 17 മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിൽ നിന്നും 12ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിവർക്ക് ചില പ്രതികൂലമായ അനുഭവങ്ങളെ നൽകാം. കാരണം ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന 12-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അമിതമായ ചിലവുകൾ, ശാരീരികമായ ചില അസ്വസ്ഥതകൾ, അലച്ചിൽ, കർമ്മവിഘ്നം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. രണ്ടാമതായി ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം. ചൊവ്വ ഈ മാസം മിഥുനം, കർക്കിടകം എന്നീ രാശികളിൽ കൂടിയാകും സഞ്ചരിക്കുക. അതായത് ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിൽ കൂടി. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. 9-ാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം അല്ല എന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പരിശ്രമത്തിന് അനുസരിച്ച് ഫലം കിട്ടാതെ വരുന്ന അവസ്ഥ, കാലതാമസം, കാര്യതടസ്സം, അമിതമായ അധ്വാനം, കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം 9ലെ ചൊവ്വ സൃഷ്ടിക്കാം. ഈശ്വര കടാക്ഷത്തിനും ഒരു മങ്ങൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. എന്നാൽ സെപ്റ്റംബർ 18 മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിവർക്ക് വളരെയധികം നേട്ടങ്ങളെ നൽകുന്നു. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്കിലും അവിടെ ഉച്ചസ്ഥിതനായി വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. തൽബലമായി കർക്കിടക രാശിയിൽ ചൊവ്വയും വ്യാഴവും യോഗം ചെയ്യുന്നു. അഥവാ ഗുരു മംഗളയോഗം നടക്കുന്നു. അത് ഔദ്യോഗിക രംഗത്തും കർമ്മമേഖലയിലും ഉയർച്ച, നേട്ടങ്ങൾ, മേലധികാരികളുടെ പ്രീതി,
പ്രവർത്തനക്ഷമത, ഊർജം എന്നിവയെ എല്ലാം ഇവർക്ക് നൽകുന്നു. ബിസിനസ് തുടങ്ങിയ വ്യാപാര സംരംഭങ്ങളിൽ ലാഭം, വളർച്ച എന്നിവയും ചൊവ്വ നൽകുന്നു. ഭൂമികാരകനായ ചൊവ്വ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിക്രയ വിക്രയങ്ങൾ അഥവാ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സമയം ഏറെ അനുയോജ്യം ആകും. തൊഴിൽ അന്വേഷകർക്കും ഈ സമയം മികച്ച അവസരങ്ങൾ വന്നുചേരാം. മൂന്നാമതായി ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 12ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും, അതായത് സെപ്റ്റംബർ 7 മുതൽ 25 വരെയും സഞ്ചരിക്കുക. പൊതുവെ 12ാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു. തൽഫലമായി 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അനിഷ്ട ഫലങ്ങളെയാണ് നൽകാറുള്ളത്. എന്നാൽ ഇവിടെ ബുധൻ സഞ്ചരിക്കുന്നത് സ്വന്തം ക്ഷേത്രവും ഉച്ചരാശിയുമായ കന്നിരാശിയിൽ കൂടിയാകുന്നു. അതുകൊണ്ട് തന്നെ ബുധൻ ഇവർക്ക് ഭാവാധിപത്യത്താൽ ഗുണാനുഭവങ്ങളെ നൽകും. അതായത് ബുധൻ എന്നത് ഈ കൂറുകാരുടെ 9ാം ഭാവാധിപൻ, അതായത് ഭാഗ്യാധിപനാകുന്നു. ഭാഗ്യാധിപൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യപുഷ്ടി, ഈശ്വരകടാക്ഷം, ധനാഗമം എന്നിവയെ നൽകും. മാത്രമല്ല ഉച്ചനായ ബുധൻ ചെലവിൻ്റെ ഭാവമായ 12ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭൂമി, വാഹനം, വീട് തുടങ്ങിയവയ്ക്കായി ശുഭകരമായ ചെലവുകളെ സൃഷ്ടിക്കാം. 12ാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലിയുള്ളവർക്ക് അനുയോജ്യമായ കാലമാകും ഇത്. വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തുടർന്ന് സെപ്റ്റംബർ 26 മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കും. തുലാരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി ശുക്രനും സഞ്ചരിക്കുന്നു എന്നതിനാൽ ബുധ ശുക്രയോഗത്താൽ ഈ കൂറുകാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങളെയാകും ബുധൻ നൽകുക. അടുത്തതായി സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സഞ്ചാരം പരിശോധിക്കാം. വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10ൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. വ്യാഴം എന്നത് തുലാക്കൂറുകാരുടെ 3ാം ഭാവാധിപനും 6ാം ഭാവാധിപനും ആകുന്നു. കൂടാതെ ഉച്ചനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ ധനഭാവമായ 2ലും മാതൃഭാവം, കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 4ലും പതിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് കർമ്മമേഖലയിൽ ഉയർച്ച, ധനപരമായ ഉന്നതി, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, ശരീര മനസുഖങ്ങൾ, ശത്രുനാശം എന്നിവയെല്ലാം വ്യാഴം നൽകും. അഞ്ചാമതായി ശുക്രൻ്റെ സഞ്ചാരം പരിശോധിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ ജന്മരാശിയിൽ കൂടി തന്നെയാകും ഈ മാസം സഞ്ചരിക്കുക, അതായത് തുലാരാശിയിൽ കൂടി. തുലാരാശി എന്നത് ബുധൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണരാശിയുമാകുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ വളരെ ബലവാനായും സന്തുഷ്ടനായും ഇവർക്ക് ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ നൽകും. ജന്മം അഥവാ 1ാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം, ഓജസ്, പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു. ശാരീരികമായ സൗഖ്യം, മാനസികമായ സുഖം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. ശുക്രൻ എന്നത് തുലാക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ശരീര മനസുഖങ്ങളെ നൽകും. ഈ കൂറുകാരുടെ 8ാം ഭാവാധിപനും ശുക്രനാകുന്നു എന്നതിനാൽ അപ്രതീക്ഷിതമായ ധനാഗമം പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ശുക്രൻ ഇവർക്ക് നൽകുന്നതാണ്. അടുത്തതായി ശനിയുടെ സഞ്ചാരം പരിശോധിക്കാം. ശനി ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ 6ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ശനിയുടെ ഇഷ്ടഭാവമായ 6ൽ ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഊർജം, ആത്മവിശ്വാസം എന്നീ ഗുണങ്ങളെ ശനി നൽകും. എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ശനി നൽകുന്ന അനുകൂല ഫലങ്ങളിൽ ഒരു കുറവ് വരുത്താം. കാരണം 6ാം ഭാവത്തിൽ നിന്നും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി 5ാം ഭാവത്തിന് നേർക്കാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു പാളിച്ച എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരാം. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 5ലും 11ലുമായി സഞ്ചരിക്കുന്നു. 5ൽ സഞ്ചരിക്കുന്ന രാഹു പഠനത്തിൽ അലസത, ഏകാഗ്രത ഇല്ലായ്മ, അശ്രദ്ധ എന്നിവയെ സൃഷ്ടിക്കാം. എന്നാൽ 11ലെ കേതു അതിശക്തനായി സഞ്ചരിക്കുന്നു. അതിവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ധനനേട്ടം, കാര്യവിജയം, ഭാഗ്യം എന്നിവയെ നൽകുകയും ചെയ്യും. അപ്പോൾ അന്തിമമായി ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. തുലാക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെ നൽകി ജന്മത്തിൽ അഥവാ മൂലത്രികോണരാശിയിൽ സഞ്ചരിക്കുന്നു.
ബുധനും സർവീശ്വരകാരകനായ വ്യാഴവും കേതുവും ഇവർക്ക് അഭീഷ്ടഫലങ്ങളെയാണ് നൽകുക. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വളരെയധികം നേട്ടങ്ങളെ വർഷിക്കുമ്പോൾ രണ്ടാം പകുതി നിറം മങ്ങുന്നു. എന്നാൽ ചൊവ്വയാകട്ടെ 2-ാം പകുതിയാണ് അതിശക്തനായി ഗുണാനുഭവങ്ങളെ നൽകുക. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ആനുകൂല്യം ശനി അത്ര കണ്ട് നൽകില്ല. എങ്കിലും ഗ്രഹങ്ങൾ അധികവും തങ്ങളുടെ അഭീഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കയാലും മാരകമായ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ ഒന്നും തന്നെ സഞ്ചരിക്കുന്നില്ല എന്ന കാരണത്താലും സെപ്റ്റംബർ മാസം ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും ആധിക്യമുള്ള ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.